6 പേരാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നത്. 45 പേരും ഇന്ത്യക്കാരാണ്. 3 ഫിലിപ്പീനുകളും കൂടി മരിച്ചിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ അതേത് രീതിയിൽ നടക്കുന്നു? അശ്വതി, കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ചർച്ചകളും ഏകോപന പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ കുവൈറ്റിൽ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയാണ്. അദ്ദേഹം കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഒപ്പം അവിടെ പരിക്ക് പറ്റിയവരെ കാണുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കുവൈറ്റ് അമീർ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ വിമാനങ്ങൾ തയ്യാറാക്കിക്കൊള്ളുവാൻ കുവൈറ്റ് അമീർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. DNA പരിശോധന ഉൾപ്പെടെയുള്ളവ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ NBTC കമ്പനി ഇപ്പോൾ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലി നൽകുകയും മറ്റ് ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യും. ഒപ്പം മരിച്ചവർക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മരിച്ച ഈ 49 ജീവനുകളാണ് ഈ കുവൈറ്റ് ദുരന്തത്തിൽ പൊലിഞ്ഞത് എങ്കിൽ അതിൽ 45 പേരും ഇന്ത്യക്കാരാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 26 മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ബാക്കി 3 പേർ, ഈ 45 കഴിഞ്ഞ് ബാക്കി 3 പേർ ഫിലിപ്പൈൻ സ്വദേശികളാണ് എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം ഇനിയും തിരിച്ചറിയാൻ ബാക്കിയാണ്. ഒപ്പം 24 മലയാളികളാണ് ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കുവൈറ്റ് ദുരന്തത്തിന്റെ മരണസംഖ്യ എന്ന് പറയുന്നത് മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 45ലേക്ക് ഉയർന്നിട്ടുണ്ട്. കുവൈറ്റും അതുപോലെ NBTC കമ്പനിയും ഇപ്പോൾ സഹായം വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.